ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഞങ്ങളുടെ യാത്ര നോട്ടിംഗമിൽ നിന്ന് UK ബ്രിസ്റ്റൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ അവിടേക്ക് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാർ എടുക്കാനായിട്ട് പോവുകയാണ്. ഒരു കാറ് കഴിഞ്ഞ ആഴ്ച പോയി കണ്ടു വെച്ചിരുന്നു. അങ്ങനെ അതിൻ്റെ പേപ്പേഴ്സൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ആ കാറ് ഇന്ന് കാറും കൊണ്ടേ തിരിച്ച് വരുമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇറങ്ങി തിരിച്ചേക്കാണ്. അപ്പോൾ ബൈ ട്രെയിനാണ് നമ്മൾ ബ്രിസ്റ്റലിലേക്ക് പോകുന്നത്. രാവിലെ 9 മണിക്കായിരുന്നു ട്രെയിൻ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ നമ്മൾ ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കറക്റ്റ് ഓൺ ടൈമിലായിരുന്നു ട്രെയിൻ വന്നത്. ഈ ട്രെയിനിൽ നമ്മൾ കയറിയിട്ട് പിന്നെ ബർമിംഗ്ഹാമിൽ ഒരു 1-1.25 മണിക്കൂർ കൊണ്ട് ബർമിംഗ്ഹാം എത്തും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീണ്ടും വേറൊരു ട്രെയിൻ എടുത്തിട്ടാണ് പോകുന്നത് ബ്രിസ്റ്റലിലേക്ക്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ട്രെയിൻ ഇല്ല. അപ്പോൾ ഇത് നമ്മൾ സെക്കൻഡ് ക്ലാസ്സിലാണ് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. സംടൈംസ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലും യാത്ര ചെയ്യാറുണ്ട്. ഇന്ന് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ടിക്കറ്റ്. സോ അതുകൊണ്ട് നമ്മളിത് ചൂസ് ചെയ്തു. വളരെ വൃത്തിയുള്ള ഒരു ട്രെയിനാണ്. ആൻഡ് കറക്റ്റ് സമയത്ത് ഓൾമോസ്റ്റ് കറക്റ്റ് സമയത്തിന് മിക്ക ദിവസങ്ങളും ട്രെയിൻ എത്താറുണ്ട്. സംടൈംസ് ഒക്കെ ഡിലേ വരാറുണ്ട്. അപ്പോൾ ഈ യാത്ര വളരെ റിലാക്സിങ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ TTE വന്നിട്ട് നമ്മുടെ ടിക്കറ്റ്സൊക്കെ വെരിഫൈ ചെയ്തിട്ട് പോവും. ആൻഡ് നമ്മൾ അതായത് ഇപ്പോൾ കണക്ഷൻ ട്രെയിൻ എടുത്താണല്ലോ പോയത്. അപ്പം ബർമിംഗ്ഹാമിൽ നിന്ന് നമ്മൾ ബ്രിസ്റ്റോളിലോട്ട് പോയപ്പോൾ നോട്ടിംഗ്ഹാമിൽ നിന്ന് നമ്മൾ ബർമിംഗ്ഹാം വരെ ട്രാവൽ ചെയ്ത ടിക്കറ്റ് അവർ ചോദിച്ചു. അടയ്ക്കുമ്പോ അത് തുറന്നു വരും കേട്ടോ. ഇപ്പൊ ഞങ്ങൾ അവിടെ തട്ടിയില്ല, അപ്പൊ അത് തുറന്നു വന്നു കേട്ടോ. അപ്പോൾ കാറിൻ്റെ പേപ്പേഴ്സൊക്കെ കിട്ടാനായിട്ട് ഓൾമോസ്റ്റ് 2 മണിക്കൂർ എടുത്തു കേട്ടോ. അപ്പോഴേക്കും ചക്കുകൂട്ടനൊക്കെ വിശന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാറ് കിട്ടിയ ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് എന്തൊരു ബ്ലെസ്ഡ് മൊമെൻ്റ് ആയിരുന്നു. നമ്മൾ ഒത്തിരി സന്തോഷിച്ചു. ആൻഡ് ആ സന്തോഷത്തിൽ നമ്മൾ 3-3:30 ഫുഡ് കഴിക്കാൻ വരെ മറന്നുപോയി. അങ്ങനെ 3:30 ആയപ്പോഴത്തേനും ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ 4 മണിക്ക് അടയ്ക്കും. അപ്പോഴേക്കും ഓടിപ്പടച്ച് നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി വയറിറച്ച് ഫുഡ് കഴിച്ച് സന്തോഷമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. ഹോപ്പ് യു എൻജോയ്ഡ് അവർ വീഡിയോ. താങ്ക് യു.